പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ 1965 ആണ് ആ മണ്ഡലം നിലവിൽ വരുന്നത്. പക്ഷെ 65 നിയമസഭ പിരിച്ചു കിട്ടും, അന്ന് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്. 67 തൊട്ട് 2021 വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പയ്യന്നൂർ മണ്ഡലം. പക്ഷേ ശൈലജ ടീച്ചറെ 2011 പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സണ്ണി ജോസഫ് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. ഇത്തവണയും അദ്ദേഹത്തിന് മത്സരിക്കണമെന്നും മന്ത്രിയാവണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും. UDF വന്നാൽ 10 വർഷം കൊണ്ട് 15,000 വോട്ടിലെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതായത് CPM അടിയുറച്ച മണ്ഡലമാണ്. അവിടെയും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആ മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ളത്. തലശ്ശേരി മണ്ഡലത്തിനകത്ത് ഇത്തവണ ഷംസീറിന് സീറ്റ് ഉണ്ടാവില്ല. പക്ഷേ M സ്വരാജിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടാവും, അല്ലെങ്കിൽ MP നികേഷ് കുമാർ. ഇപ്പോൾ അവിടെ ഒരു മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമായിട്ട് കാണാൻ പറ്റുന്നത് രണ്ട് മണ്ഡലങ്ങളാണ്. ഒന്ന് കൂത്തുപറമ്പ് മണ്ഡലം, നല്ല സ്ഥാനാർത്ഥിയെ UDF നിർത്താൻ പറ്റിയാൽ. രണ്ടാമത് അവർക്ക് കാണാൻ പറ്റുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂർ മണ്ഡലം LDF, അത് UDF സിറ്റിംഗ് സീറ്റാണ്. നമസ്കാരം സാർ. നമ്മൾ കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളെ ഇന്നലെ എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 5 മണ്ഡലങ്ങളിൽ പയ്യന്നൂരാണ് ഇനി പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും പയ്യന്നൂരത്തെ അവസ്ഥ? പയ്യന്നൂർ മണ്ഡലം എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ 1965 ആണ് ആ മണ്ഡലം നിലവിൽ വരുന്നത്. പക്ഷെ 65 നിയമസഭ പിരിച്ചു കിട്ടും, അന്ന് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട്. 67 തൊട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. അത് 67 തൊട്ട് 65 തെരഞ്ഞെടുപ്പിലും അവിടെ ഇടതുമുന്നണി തന്നെയാണ് ജയിക്കുന്നത്. പക്ഷേ ഫലത്തിൽ അവിടെ നിന്ന് MLA ഉണ്ടായിരുന്നില്ല. 67 തൊട്ട് 2021 വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM സ്ഥാനാർത്ഥികൾ മാത്രം, കാരണം അതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു, അപ്പോൾ CPM സ്ഥാനാർത്ഥികൾ മാത്രം മത്സരിച്ച് വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് പയ്യന്നൂർ മണ്ഡലം. പയ്യന്നൂർ മണ്ഡലം കണ്ണൂർ ജില്ലയിലാണെങ്കിലും അത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലാണ് പെടുന്നത്. ഇവിടെ നിന്ന് 1967-ലും 70-ലും വിജയിക്കുന്നത് സമാനതകളില്ലാത്ത പഴയകാല കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉണ്ടായിരുന്ന സഖാവ് AV കുഞ്ഞമ്പുവാണ്. അതേപോലെ തന്നെ 82-ൽ അവിടെ നിന്ന് സാക്ഷാൽ MP രാഘവൻ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 96-ൽ അവിടെ നിന്ന് പിണറായി വിജയൻ പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും അദ്ദേഹം EK നായനാരുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട്, വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിണറായി മന്ത്രിയായെങ്കിലും 96-ൽ EK നായനാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പം അന്ന് അദ്ദേഹം നിയമസഭാ അംഗമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ, പ്രത്യേകിച്ചും അന്ന് മാരാരിക്കുളത്ത് VS പരാജയപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. സത്യത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് താല്പര്യം സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു. അതിനെ പൊളിച്ചിട്ടാണ് നായനാരെ മുഖ്യമന്ത്രിയാക്കുന്നു. നായനാർ മുഖ്യമന്ത്രിയാവുന്ന ഒഴിവിൽ ചടയൻ ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു. ചടയൻ ഗോവിന്ദൻ 98-ൽ മരിക്കുമ്പം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ആ സ്ഥാനം രാജിവെച്ച് സംസ്ഥാന സെക്രട്ടറി ആവുന്നു. പിന്നീട് S ശർമ്മ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. 2001-ലും 2006-ലും PK ശ്രീമതി ടീച്ചർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. ശ്രീമതി ടീച്ചർ VS അച്യുതാനന്ദൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ട് വരുന്നുണ്ട്. നിലവിൽ അവിടുത്തെ MLA TI മധുസൂദനനാണ്. TI മധുസൂദനൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുമ്പം ആ മണ്ഡലത്തിൽ 2011-ലെ തെരഞ്ഞെടുപ്പിൽ 33,000 ആയിരുന്നു CPM ലീഡ്. അത് 2016 ആകുമ്പോൾ 41,000 8,000 വോട്ട് വർദ്ധിച്ചു. 2021-ൽ അത് 50,000 വോട്ടായിട്ട് വർദ്ധിച്ചു, വീണ്ടും 50,000 വർദ്ധിച്ചു. അതായത് 2011-ൽ നിന്ന് 2021-ലേക്ക് എത്തുമ്പോൾ 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. 500,000-ലേക്ക് ഭൂരിപക്ഷം എത്തുക. അപ്പോൾ അത്രയും വലിയ മാർജിനിലാണ് ജയിച്ചത്. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പയ്യന്നൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേരാവൂരിലേക്ക് പോകാൻ തോന്നുന്നു. പേരാവൂരിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പേരാവൂരിലെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് നമ്മളെ സണ്ണി വക്കീലാണ്. ഏത് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീലാണ്, സ്വന്തം വക്കീലാണ്. നിയമം പഠിക്കാത്ത രാഹുൽ ഈശ്വർ ചാനലിലും നിയമം പഠിച്ച സണ്ണി വക്കീൽ ചാനലുകളുടെ മുമ്പിൽ ബൈറ്റായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും സണ്ണി വക്കീലാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. സണ്ണി വക്കീൽ കോൺഗ്രസിന് ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പേരാവൂരിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ KP നുറുദ്ദീൻ, പണ്ട് കോൺഗ്രസ് സീറ്റായിരുന്നു, KP നുറുദ്ദീൻ അവിടെ നിന്ന് 5 പ്രാവശ്യം തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്, ഒക്കെയുണ്ട് KP നുറുദ്ദീൻ. ദീർഘമായ ഏകദേശം എനിക്ക് തോന്നുന്നു 19 വർഷത്തോളം അദ്ദേഹം MLA ആയിരുന്നു, 5 പ്രാവശ്യം. 2006-ൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് ശൈലജ ടീച്ചറാണ്. 2016-ലും 2021-ലും മട്ടന്നൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ 2006-ൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. പക്ഷേ ശൈലജ ടീച്ചറെ 2011-ൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സണ്ണി ജോസഫ് ആ സീറ്റ് പിടിച്ചെടുക്കുന്നത്. 16-ലും 21-ലും വിജയം ആവർത്തിച്ച് ഹാട്രിക് അടിച്ചു. ഇത്തവണയും അദ്ദേഹത്തിന് മത്സരിക്കണമെന്നും മന്ത്രിയാവണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും UDF വന്നാൽ എന്നുള്ളത്. അപ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 11-ൽ ജയിക്കുമ്പം 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തുമ്പോൾ. 16 ആയപ്പോൾ അത് 8,000 ആയിട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ 21-ൽ
അത് 3000 കീഴ്പോട്ടേക്ക് പോയിട്ടുണ്ട്. പേരാവൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇരിക്കൂര് പോലെ തന്നെ കുടിയേറ്റ കർഷകരും ക്രൈസ്തവ കുടിയേറ്റ കർഷകരുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അവിടെയാണ് നൂറുദ്ദീൻ ജയിച്ചിരുന്നത്, അവിടെയാണ് പിന്നെ ശൈലജ ടീച്ചർ ജയിച്ചിരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മറക്കരുത്. നൂറുദ്ദീൻ തുടർച്ചയായിട്ട് ജയിച്ചിരുന്നു എന്നുള്ളത്. ഇതാണ് ഈ 2 സീറ്റുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് പിന്നെ ഇതിലേക്ക് പോയാലോ, നമുക്ക് കല്യാശ്ശേരി മണ്ഡലവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം. അവിടെ 2008 ഡീലിമിറ്റേഷൻ്റെ പുനഃസംഘടനയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നൊരു മണ്ഡലമാണ് കല്യാശ്ശേരി. അവിടെ നിന്ന് ആദ്യം 2011 തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് SFIയുടെയും DYFIയുടെയും ഒക്കെ സംസ്ഥാന സെക്രട്ടറിയും ഇടക്കാലത്ത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു തോന്നുന്നു ടി വി രാജേഷാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത്. ടി വി രാജേഷ് കുഴപ്പമില്ലാത്തൊരു ആളൊക്കെയാണ്. കഴിഞ്ഞ തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിപ്പിച്ചത് 2 ടേം നിർബന്ധമാക്കിയപ്പോൾ M വിജിനെയാണ്. പക്ഷേ രാജേഷ് CPMയുടെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. M വിജിൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. അവിടെ തുടർച്ചയായിട്ട് എതിർ സ്ഥാനത്ത് മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, UDFന്റെ ഭാഗമായിട്ട്. ടി വി രാജേഷ് അവിടെ ആദ്യം 2011 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാക്കി. 16 അത് 42,000 വർദ്ധിച്ചു, 12,000 വോട്ട് വർദ്ധിച്ചു. 21 വിജിൻ വന്നപ്പോൾ അത് 45,000 10 വർഷം കൊണ്ട് 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതായത് CPMന്റെ അടിയുറച്ച മണ്ഡലമാണ്. അവിടെയും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആ മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് അവിടെ നമ്മൾ തലശ്ശേരിയിലേക്ക് പോകാം. തലശ്ശേരി മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പം കേരളത്തിലെ പ്രഥമ നിയമസഭയിൽ നിയമവകുപ്പ് മന്ത്രിയായിരുന്ന EMSന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന VR കൃഷ്ണയ്യർ അന്ന് മത്സരിച്ച് വിജയിച്ചത് തലശ്ശേരി മണ്ഡലത്തിൽ നിന്നാണ്. VR കൃഷ്ണയ്യർ 70 അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. പിന്നീട് 67 അവിടെ KPR ഗോപാലൻ മത്സരിച്ച് ജയിക്കുന്നു. പിന്നീട് CPIക്കാരനായിട്ടുള്ള NE ബലറാം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. പാട്യം ഗോപാലൻ, അതും ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, 77 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 82 87 വളരെ ചെറിയ പ്രായത്തിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവിടെ നിന്ന് അന്തരിച്ചു പോയി. അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 91 96 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് KP മമ്മു മാഷാണ്. മമ്മു മാഷ് 96 മത്സരിച്ച് വിജയിച്ചെങ്കിലും ഞാനീ പറഞ്ഞ പോലെ മാരാരിക്കുളത്ത് VS പരാജയപ്പെട്ടപ്പോൾ അത്തവണ MLA അല്ലാതിരുന്ന EK നായനാരെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ പുള്ളിക്ക് നിയമസഭയിലെത്തണം 6 മാസം കൊണ്ട്. അതിനുവേണ്ടി മമ്മുമാഷ രാജിവെപ്പിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ നായനാർ മത്സരിച്ച് വിജയിക്കുന്ന സ്ഥിതിയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2001 6 11 കോടിയേരി ബാലകൃഷ്ണൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു. അതായത് ഒരു VIP മണ്ഡലമാണ്. നായനാർ അവിടെ നിന്ന് മത്സരിച്ച് മന്ത്രിയായിട്ടുണ്ട്. അതിനുശേഷം കോടിയേരി 2006 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. സമീപകാല കേരള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ CPMന്റെ ഇടതുമുന്നണിക്ക് മന്ത്രിസഭ കിട്ടുമ്പോൾ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുക്കാതിരുന്ന ഒരേ ഒരു മന്ത്രിസഭയാണ് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2006 VS മന്ത്രിസഭ. വിജിലൻസും കൊടുത്തില്ല, ആഭ്യന്തരവും കൊടുത്തില്ല. പക്ഷേ 2016 21 കോടിയേരി പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി മാറിക്കഴിഞ്ഞപ്പം ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറാണ് അവിടെ നിന്ന്. പഴയ SFIയുടെ നേതാവാണ്, DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഷംസീർ മത്സരിച്ച് വിജയിക്കുന്നു. ഇടക്കാലത്ത് മന്ത്രിസഭയ്ക്ക് അതൊരു ഷഫ്ലിംഗ് വരികയും MB രാജേഷിനെ സ്പീക്കർ സ്ഥാനത്ത് മാറ്റുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഈ ക്ലാസ്സിൽ കുരുത്തക്കേട് കാണിക്കുന്ന പല കുട്ടികളുണ്ടല്ലോ ഒച്ചമിളി ഉണ്ടാക്കിയിട്ട്. സ്പീക്കറായ രാജേഷ് തന്നെ ഷംസീറിനെ പലപ്പോഴും ഷംസീർ സഭയിലെ മാന്യത പാലിക്കണമെന്ന് സ്വന്തം പാർട്ടിയിലെ അംഗത്തോട് ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന അംഗത്തോട് പറയേണ്ടി വന്നു പലവട്ടം. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഷംസീറിനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ അപ്പോഴും തലവേദനയായി മിണ്ടിക്കൊണ്ടിരിക്കും. പിടിച്ച് സ്പീക്കറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ല. ആ റോളിങ്ങും കാര്യങ്ങളും കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സ്പീക്കറാക്കി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ടൈം ഷംസീറിന് ഉണ്ടാവില്ല. അവിടെയും CPMന്റെ ഉറച്ച കോട്ടയാണ്. എന്ത് കൊടുങ്കാറ്റും പേമാരിയും വന്നാലും തലശ്ശേരി സീറ്റും ഇപ്പം നമ്മൾ പറഞ്ഞ മണ്ഡലങ്ങളുടെ എല്ലാം സവിശേഷത, പേരാവൂർ ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളുടെയും സവിശേഷത അത് തന്നെയാണ്. അവിടെ 26,000 വോട്ടാണ് 2011 കിട്ടിയെങ്കിൽ 16 34,000 വോട്ട് ഷംസീറിന് കിട്ടി. 36,000 അത് 2021 വർദ്ധിച്ചു. പ്രത്യേകിച്ച് ഈ OTT നസീറൊക്കെ പോലെയുള്ള ആൾക്കാരുടെ സംഭവങ്ങൾ, TP ചന്ദ്രശേഖരൻ്റെ സംഭവം, ഇതൊക്കെ ഉണ്ടായതിനു ശേഷവും ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മണ്ഡലമാണ് തലശ്ശേരി മണ്ഡലം. തലശ്ശേരി മണ്ഡലത്തിനകത്ത് ഇത്തവണ ഷംസീറിന് സീറ്റ് ഉണ്ടാവില്ല. പക്ഷേ M സ്വരാജിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടാവും. അല്ലെങ്കിൽ MP നികേഷ് കുമാർ, ഈ 2 പേരിൽ ഒരാളെ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടാവും. കാരണം M സ്വരാജിനെ ഒരു ഉറച്ച കോട്ടയിലല്ലാതെ വേറെ എവിടെയും നിർത്താൻ പറ്റാത്തൊരു സ്ഥാനാർത്ഥിയാണ്. കാരണം സ്വരാജിൻ്റെ ജനപിന്തുണ എന്താണെന്നുള്ളത് സ്വന്തം നാട്ടിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പം ഒരു ഫൈറ്റിംഗ് സീറ്റിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല സ്വരാജ്. മറ്റു പലരെയും ഏത് ഫൈറ്റിംഗ് സീറ്റിലും കൊണ്ടുപോയി നിർത്തിയാൽ, ചിലപ്പോൾ എതിരാളിയുടെ കുത്തക സീറ്റിൽ കൊണ്ടുപോയി നിർത്തിയാലും മണ്ഡലം പിടിച്ചു പോരാൻ ശേഷിയുള്ളവർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. എന്നാലും അങ്ങനെ ആളല്ല സ്വരാജ്. പിന്നീടുള്ളത് കൂത്തുപറമ്പ് മണ്ഡലമാണ്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ അവിടെ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ശ്രേയാംസ് കുമാറിൻ്റെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പാർട്ടിയുടെ ആളായിരുന്നു ഇയാളുടെ അച്ഛൻ. ഇപ്പം ഇയാൾ ലോക് താന്ത്രിക്
ജനതാദൾ, തന്ത്രവും മന്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ജനതാദളാണ് നമ്മളെ MP ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി, MP വീരേന്ദ്രകുമാറിൻ്റെ മകൻ്റെ പാർട്ടി. അവർ ഇടക്കാലത്ത് 2009 കോഴിക്കോട് ലോക്സഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മാതൃഭൂമിയുടെ ചീഫായിരുന്ന MP വീരേന്ദ്രകുമാർ മുന്നണി വിട്ടിട്ട് പിന്നെ UDFൻ്റെ കൂടെ പോയി. പിന്നെ പാലക്കാട് നിന്ന് തോറ്റു. പിന്നെ അങ്ങനെ തോൽവികളുടെ തുടർക്കഥകൾക്ക് ശേഷം UDF സുരക്ഷിതമല്ല എന്ന് കണ്ടിപ്പോൾ LDFിനൊപ്പം വന്നതാണ്. അപ്പോൾ കൽപ്പറ്റ സീറ്റ് വേണമെന്നുള്ളതാണ് മൂപ്പര് ആഗ്രഹം. എത്രത്തോളം നടക്കുന്നുള്ളത് എനിക്കറിയില്ല. അവിടെ നിന്നാൽ അവിടെ തോക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ ഉള്ളൊരു മെമ്പർ എന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു അവസ്ഥയുള്ളത്. ഈ രണ്ടു കൂട്ടരോടും മാത്യു ടി തോമസ് വിഭാഗത്തോടും ശ്രേയാംസ് കുമാർ വിഭാഗത്തോടും യോജിക്കാൻ വേണ്ടി ഇവർ ആവശ്യപ്പെട്ടിരുന്നു. അവിടെ ആ മണ്ഡലം 1957 നിലവിൽ വന്ന മണ്ഡലമാണ്. അവിടെ നിന്ന് 57-ലും 60-ലും ആദ്യമായി ജയിക്കുന്നത് ഇപ്പോഴത്തെ അവിടെ നിന്നുള്ള MLA ആയിട്ടുള്ള KP മോഹനൻ്റെ അച്ഛൻ സാക്ഷാൽ PR കുറുപ്പാണ്. മൂപ്പര് പ്രമാണിയായിരുന്നു. പിന്നെ അത്യാവശ്യം ഗുണ്ടായുസത്തിനും ബാക്കിയുള്ള ജന്മിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു നാട്ടുപ്രമാണിയായിരുന്നു. എന്നാൽ കൂത്തുപറമ്പിൽ 70-ലും 77-ലും ആദ്യമായി പിണറായി വിജയൻ നിയമസഭയിൽ എത്തുന്നത് 70-ലാണ്. അന്നും പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 77-ലും പിണറായി വിജയൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 80-ൽ അവിടെ നിന്ന് സാക്ഷാൽ MP രാഘവൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 91-ൽ വീണ്ടും അവിടെ നിന്ന് പിണറായി വിജയൻ മത്സരിച്ച് വിജയിക്കുന്നു. അതേപോലെ തന്നെ 2001-ലും 2005-ലും 2006-ലും അവിടെ നിന്ന് വിജയിച്ച P ജയരാജനെതിരെ തെരഞ്ഞെടുപ്പ് കേസ് വരുമ്പോൾ 2005-ൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു. രാജിവെച്ച് അദ്ദേഹത്തെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുകയും അദ്ദേഹം സംസ്ഥാനത്തെ അന്നത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ബാക്കിയുള്ള നിലവിലുള്ള എല്ലാ 139 സിറ്റിംഗ് MLA-മാരെക്കാളും വലിയ മാർജിനിൽ അദ്ദേഹം കൂത്തുപറമ്പിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിൽ എത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പിന്നെ 2006-ൽ വീണ്ടും മത്സരിച്ചു. പക്ഷേ മന്ത്രിസഭയിലൊന്നും ഉൾപ്പെട്ടില്ല. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇല്ല. അതിനുശേഷം പിന്നെ 2011-ൽ അവിടെ നിന്ന് KP മോഹനൻ മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2016-ൽ അവിടെ നിന്ന് ശൈലജ ടീച്ചർ മത്സരിച്ച് വിജയിക്കുന്നു. പിന്നെ 2021 ആകുമ്പം മോഹനൻ തിരിച്ച് ഇടതുമുന്നണിയിലേക്ക് വരുമ്പം പിന്നെ മോഹനെ തന്നെ സ്ഥാനാർത്ഥി LDFൻ്റെ സ്ഥാനാർത്ഥിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശൈലജ ടീച്ചറെ അവിടെ നിന്ന് മാറ്റിയിട്ട് ശൈലജ ടീച്ചർ അതിന് മുമ്പ് പേരാവൂരിൽ സണ്ണി ജോസഫിനോട് തോറ്റതാണ് ഞാൻ പറഞ്ഞു. 11-ൽ പേരാവൂരിൽ തോറ്റ ശൈലജ ടീച്ചറെ 16-ൽ കൂത്തുപറമ്പിൽ നിർത്തി ജയിപ്പിക്കുന്നു. KP മോഹൻ ആ സീറ്റ് 21-ലും മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നൽകുമ്പോൾ പിന്നെ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ കൊണ്ടുപോയി നിർത്തുന്നു. സംസ്ഥാനത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു എന്നുള്ളത് സംഭവം ഉണ്ടാവുന്നു. ഇപ്പൊ എല്ലാ മണ്ഡലങ്ങളും അത്യാവശ്യം കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏകദേശം എല്ലാ മണ്ഡലങ്ങളും തീർത്തു. നമുക്ക് അപ്പം നോക്കുമ്പം ഇപ്പോൾ അവിടെ ഒരു മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമായിട്ട് കാണാൻ പറ്റുന്നത് 2 മണ്ഡലങ്ങളാണ്. ഒന്ന് കൂത്തുപറമ്പ് മണ്ഡലം, നല്ല സ്ഥാനാർത്ഥിയെ UDFന് നിർത്താൻ പറ്റിയാൽ. രണ്ടാമത് അവർക്ക് കാണാൻ പറ്റുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് പേരാവൂർ മണ്ഡലം LDFന്. അത് UDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കൂത്തുപറമ്പ് LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ രണ്ടിടത്തുമാണ് ശക്തമായൊരു മത്സരം ഉണ്ടാവുക. ബാക്കിയുള്ളത് ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിക്കേണ്ടതില്ല. എനിക്ക് തോന്നുന്നു നാളെ നമുക്ക് കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങൾ എടുക്കാം.